അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കുക. കോഴിമുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ട വേണം എടുക്കാനായിട്ട്. അഥവാ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിരിക്കുന്ന കോഴിമുട്ടയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം പുറത്തെടുത്ത് വെച്ച് അതിന്റെ തണുപ്പെല്ലാം മാറി റൂം ടെമ്പറേച്ചറിലായിട്ട് മാത്രമേ ഈ കോഴിമുട്ട എടുക്കാവൂ. ഞാനിപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള 2 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിന് 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ ഒരു അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലെ ചായയൊക്കെ കുടിക്കുന്ന ഒരു ഗ്ലാസ് എടുക്കുക. ആ ഗ്ലാസിന്റെ അളവിനനുസരിച്ചായിരിക്കണം ബാക്കിയെല്ലാം നമ്മൾ അളന്നെടുക്കേണ്ടത്. ഇപ്പോൾ ഇത് ഒരു നോർമൽ മധുരമാണ്. നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ആ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ഉണ്ടെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതാകുമ്പോൾ ആ വാനിലയുടെ ഒരു ഫ്ലേവറും ആ ഒരു ടേസ്റ്റും ഒക്കെ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ എസൻസോ അല്ലെങ്കിൽ ബട്ടർ എസൻസോ ഏതെങ്കിലും എസൻസ് ഉണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ പൊടിച്ച ഏലക്കാപ്പൊടി പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ചതാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഈ എസൻസ് ഒന്നും ഇല്ലെങ്കിൽ മാത്രം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. കുട്ടികളെല്ലാം ഉള്ള വീടുകളിൽ സാധാരണ വാനില എസൻസ് ഉണ്ടാകാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എണ്ണയാണ്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. സാധാരണ മണമുള്ള വെളിച്ചെണ്ണ ഒന്നും എടുക്കരുത്. എന്നാൽ ആ വെളിച്ചെണ്ണയുടെ ആ ഒരു ടേസ്റ്റ് ആണ് മുന്നിട്ട് നിൽക്കുന്നത്. മണമില്ലാത്ത ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഫാം ഓയിലോ അപ്പൊ അങ്ങനത്തെ ഏത് എണ്ണ വേണമെങ്കിലും ഒരു 1/2 കപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പൊ ഞാൻ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് എങ്കിലും ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കുക. പഞ്ചസാര എല്ലാം ഒന്ന് അലിഞ്ഞു കിട്ടുന്നതുവരെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പൊ മുട്ടയും എണ്ണയും പഞ്ചസാരയും കൂടി ഇതെല്ലാം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടിച്ചെടുത്തത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, നല്ല ക്രീം പരുവത്തിന് നല്ല കുറുകി ഇരിപ്പുണ്ട്. ഒരു 2 മിനിറ്റ് എങ്കിലും അടിച്ചെടുക്കുക. എന്നാൽ മാത്രമേ ഇങ്ങനെ നല്ലോണം കുറുകി നല്ലോണം കിട്ടുകയുള്ളൂ. പഞ്ചസാര എല്ലാം നല്ലതുപോലെ അലിഞ്ഞു കിട്ടിയിട്ടുണ്ട്. പഞ്ചസാരയുടെ ഒരു തരി പോലും ഇല്ല. ഇനി ഒരു അരിപ്പയിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. ബേക്കിംഗ് പൗഡർ എടുക്കുമ്പോൾ ഇതുപോലെ ലെവൽ ചെയ്ത് വേണം ബേക്കിംഗ് പൗഡർ എടുക്കാനായിട്ട്. ഒരുപാടങ്ങ് കുത്തി നിറച്ച് ബേക്കിംഗ് പൗഡർ എടുക്കരുത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കാം. സോഡാപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പത്തിനൊക്കെ എടുക്കുന്ന സോഡാപ്പൊടി ഒരു 1/4 ടീസ്പൂൺ. അതും കുത്തി നിറച്ചെടുക്കരുത്, ലെവൽ ചെയ്ത് വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 2 നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോഴും കൂടി പോകരുത്, 2 നുള്ള് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി എല്ലാം കൂടി സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വേണം ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതാ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. ഇപ്പതാ അരിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിച്ചെടുത്ത മാവ് നമ്മൾ അടിച്ചെടുത്ത മുട്ടയുടെ മിക്സിലേക്ക് പകുതി ആദ്യം ഇട്ട് കൊടുക്കുക. ഒരുമിച്ചിടരുത്, പകുതി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പകുതിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറിയ രീതിയിൽ മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഒരുമിച്ച് മാവ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ടകൾ പോലെ അവിടെ കിടക്കും. നല്ലോണം പെട്ടെന്ന് തന്നെ മിക്സ് ആയി കിട്ടില്ല. കണ്ടല്ലേ, പെട്ടെന്ന് തന്നെ മിക്സ് ആയി കിട്ടിയിട്ടുണ്ട്. ബാക്കി മാവും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ബാക്കി ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. കൊച്ചു കുട്ടികൾക്ക് പോലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പൊ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ അതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പക്ഷെ കുറച്ച് കട്ടിക്കല്ലേ ഇരിക്കുന്നത്. നമ്മൾ ഇതിൽ കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിന് 1/4 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. നമ്മളെടുക്കുന്ന മൈദയ്ക്ക് അനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന പാലിനും വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ
പാൽ ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാലെടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള പാല് വേണം എടുക്കാനായിട്ട്, അല്ലെങ്കിൽ തിളപ്പിച്ച് ആറിയ പാല് വേണം എടുക്കാനായിട്ട്. ചൂടുള്ള പാൽ എടുക്കരുത്, അതുപോലെ തന്നെ നല്ല തണുപ്പുള്ള പാലും എടുക്കരുത്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടിക്കാനിരിക്കുന്നത്, ബാക്കി പാലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കും. ഫുള്ളായിട്ട് ഞാൻ 1/4 കപ്പ് പാല് ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. മെല്ലെ വേണം ഇതുപോലെ മിക്സ് ചെയ്യാനായിട്ട്. ഇപ്പം ഇതാ ഒന്ന് മിക്സ് ചെയ്ത് ഇതാ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാറ്റർ നല്ല സ്മൂത്തായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്, ഒട്ടും കട്ടകളൊന്നുമില്ല. അപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്ത പാല് കറക്റ്റാണ്, 1/4 കപ്പ് പാല്. അപ്പോൾ ഈ രീതിയിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ഒഴുകി പോകുന്ന രീതിയാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ബാറ്റർ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ സ്പൂണിൽ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഇതുപോലെ ഒഴുകി പോകണം, അതാണ് നമുക്ക് വേണ്ടത്. ഈ കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത് നമ്മൾ കറിയൊക്കെ കോരുന്ന നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഇതുപോലത്തെ ഒരു കുഴിയുള്ള ഒരു പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ കറിയൊക്കെ കോരുന്ന ഒരു പാത്രം ഉണ്ടാവുമല്ലോ, ഇതുപോലെ കുഴിയുള്ള കുറച്ച് കട്ടിയുള്ള പാത്രം, അത് വേണം എടുക്കാനായിട്ട്. സ്റ്റീൽ പാത്രമോ അല്ലെങ്കിൽ അലുമിനിയം പാത്രമോ ഏതെങ്കിലും ഒന്ന് എടുക്കുക. ഞാനിപ്പോൾ സ്റ്റീലിന്റെ കുഴിയുള്ള കറി കോരുന്ന ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് ഇതുപോലത്തെ ഒരു കുഴിയുള്ള പാത്രം. അപ്പോൾ അതെടുക്കുക. അതിൽ കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ കുറച്ച് എണ്ണ അതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒന്നും എടുക്കരുത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് എല്ലാ ഭാഗത്തും, പാത്രത്തിന്റെ എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. മൈദ ഇട്ട് കൊടുത്തിട്ട് ഈ പാത്രത്തിന്റെ എല്ലാ ഭാഗത്തും ഒന്ന് ചുറ്റിച്ച് തട്ടിക്കുടഞ്ഞെടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് ബട്ടർ പേപ്പർ വേണമെങ്കിലും വെച്ച് കൊടുക്കാവുന്നതാണ്. ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്താലും മതി. എല്ലാവരുടെ വീട്ടിലും ബട്ടർ പേപ്പർ കിട്ടൂലല്ലോ, അതുകൊണ്ടാണ് ഞാൻ മൈദ പാത്രത്തിന്റെ എല്ലാ ഭാഗത്തും തട്ടിക്കുടഞ്ഞ് എടുക്കുന്നത്. അപ്പൊ ഇതുപോലെ ഒന്ന് തട്ടിക്കുടഞ്ഞിട്ട് ബാക്കി മൈദ മാറ്റാം. എല്ലാ ഭാഗത്തും, പാത്രത്തിന്റെ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കുക. ഇപ്പൊ പാത്രത്തിന്റെ എല്ലാ ഭാഗത്തും മൈദ തട്ടിക്കുടഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ പാത്രം വേണം നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ കേക്ക് ടിൻ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. പക്ഷെ എല്ലാവരുടെ വീട്ടിലും കേക്ക് ടിൻ ഉണ്ടാവണമെന്നില്ല. ഇതുപോലത്തെ പാത്രങ്ങളായിരിക്കും സാധാരണ ഉണ്ടാവാറ്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്റർ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ബാറ്റർ മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു ദോശക്കല്ലിലാണ്. ദോശക്കല്ലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ ദോശക്കല്ല് എല്ലാവരുടെയും വീട്ടിലും ഉള്ളതാണ്. ഇതുപോലത്തെ ദോശക്കല്ലുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ദോശക്കല്ല് എടുക്കുക, അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും ഒരു തവ ഉണ്ടെങ്കിൽ അതെടുക്കുക. ഇപ്പോൾ നല്ലതുപോലെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിന്റെ പുറത്ത് ഇതുപോലത്തെ ഒരു സ്റ്റാൻഡോ അല്ലെങ്കിൽ ഒരു റിംഗ് വെച്ച് കൊടുക്കുക. അപ്പോൾ റിംഗ് ഉണ്ടെങ്കിൽ റിംഗ് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ സ്റ്റാൻഡ് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ സ്റ്റാൻഡാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ദോശക്കല്ല് നല്ലതുപോലെ ചൂടായി പുകഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച കേക്കിന്റെ ബാറ്റർ ഈ സ്റ്റാൻഡിന്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് മൂടി കൊടുക്കുന്നത് എന്തെങ്കിലും ഒരു പാത്രം വെച്ച് ഇതിന്റെ പുറത്ത് മൂടി കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ട് അതങ്ങനെ മൂടി കൊടുക്കുകയാണ്. ഇത് തന്നെ ചൂട് പുറത്ത് പോകില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ചൂട് ഫുള്ളായിട്ട് ഇതിൽ തന്നെ തങ്ങി നിൽക്കും. അങ്ങനെ കേക്ക് ബേക്കായി കിട്ടുകയും ചെയ്യും. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിം ഒന്നും വെക്കണ്ട, ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാം. അപ്പൊ ഇതിന്റെ ചൂട് ഒട്ടും പുറത്ത് പോകരുത്. അങ്ങനത്തെ ഒരു പാത്രം വെച്ച് വേണം ഇത് മൂടി വെക്കാൻ. അപ്പൊ നമ്മള് കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ആയി. ഇനി കേക്ക് ബേക്ക് ആയിട്ടുണ്ടോ ഒന്ന് തുറന്നു നോക്കാം. നല്ല സൂപ്പറായിട്ട് കേക്ക് നല്ല അടിപൊളിയായിട്ട് ഇതാ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മള് കേക്ക് ആയിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നടുഭാഗത്ത് ഒന്ന് കുത്തി നോക്കാം. ആയിട്ടങ്ങ് കുത്തി നോക്കാം. ഇപ്പൊ കണ്ടില്ലേ, മാവൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. ടൂത്ത് പിക്ക് ക്ലിയർ ആയിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. അഥവാ നിങ്ങൾ ചെയ്യുമ്പോൾ ടൂത്ത് പിക്കിൽ മാവ് ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ 5-10 മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇഡ്ഡലി ചെമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊക്കമുള്ള ഒരു പാത്രം വെച്ചിട്ട് മൂടി വെച്ച് കൊടുക്കുക. ഇപ്പൊ എനിക്കിപ്പോ കേക്ക് 20 മിനിറ്റ് ആയപ്പോൾ ബേക്ക് ആയിട്ടുണ്ട്. അപ്പൊ കറക്റ്റായിട്ട് നമ്മൾ കറക്റ്റായിട്ട് ആ ഓവനിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഇതാ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അത് കണ്ടില്ലേ, കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെ ഇതാ കിട്ടിയിട്ടുണ്ട്. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, എന്നാൽ മാത്രമേ കേക്ക് നമ്മൾ വിചാരിച്ചതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഒട്ടും തന്നെ ചൂട് പുറത്തു പോകാൻ പാടില്ല. അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ദോശക്കല്ല് ചൂടാണ്. ഈ ദോശക്കല്ലിൽ നിന്നും ഈ കേക്ക് നമുക്ക് പുറത്തെടുത്ത് മാറ്റാം.
പുറത്തെടുത്ത് നല്ലതുപോലെ ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ കേക്കിൻ്റെ ചൂടൊക്കെ നല്ലതുപോലെ മാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വിടിയിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, താനെ തന്നെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിലേക്ക് കൈ ഇങ്ങനെ വെച്ചിട്ട് ഈ പാത്രം ഒന്ന് കമഴ്ത്തി കൊടുക്കാം. മെല്ലെ എടുത്ത് മാറ്റാം. പാത്രത്തിലൊന്നും പിടിച്ചിട്ടില്ല, അടിക്കൊന്നും പിടിച്ചിട്ടില്ല. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം കണ്ടില്ലേ, പഞ്ഞ് പോലെ സോഫ്റ്റായ കേക്ക് ഇതാക്കി ഇട്ടിട്ടുണ്ട്. നല്ല പഞ്ഞ് പോലെയാണ് ഇരിക്കുന്നത്. കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേക്ക് ടിന്നോ കേക്ക് മോൾഡോ അതുപോലെ തന്നെ വലിയ പാത്രങ്ങളോ ഓവൻ സെറ്റപ്പോ ഒന്നും തന്നെ ആവശ്യമില്ല. വെറും നമ്മുടെ വീട്ടിലുള്ള ഒരു ദോശക്കല്ലിലാണ്, നമ്മൾ സാധാരണ കറിയൊക്കെ കോരുന്ന ഒരു പാത്രത്തിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. സാധാരണക്കാർക്ക് എല്ലാം ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഓവനിലൊക്കെ ചെയ്തെടുക്കുന്ന അതേ പെർഫെക്റ്റോട് കൂടി ഇതാ നമ്മുടെ കേക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെ ഇരിപ്പുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. നല്ല പഞ്ഞി പോലെ കണ്ടില്ലേ, മുറിക്കുമ്പോൾ തന്നെ നല്ല പഞ്ഞി പോലെ ഇരിപ്പുണ്ട്. അത് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തു. വീണ്ടും ഇതാ നടുഭാഗത്തായിട്ട് ഒന്നും കൂടെ കട്ട് ചെയ്യാം. അപ്പോൾ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തതിൽ നിന്നും ഒരു പീസ് എടുക്കാം. അപ്പോൾ കട്ട് ചെയ്തതിൽ നിന്നും ഒരു പീസ് എടുത്തിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെ ഇരിപ്പുണ്ട്, കണ്ടില്ലേ, എന്തുമാത്രം പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ ദോശക്കല്ലിൽ ഇങ്ങനെ ചെയ്തെടുത്തത് കൊണ്ടാണ് കുറച്ച് സമയം നമുക്ക് എടുത്തിട്ടുള്ളത്. ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. ഇനി ഇത് മുറിച്ചും കൂടി കാണിച്ചു തരാം. ഇപ്പം കണ്ടില്ലേ, നമ്മുടെ കേക്ക് പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട്. ഇനി ഇത് മുറിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ ഈ കേക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്